നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താൽപര്യം ഉറപ്പാക്കാൻ അനുബന്ധ കരാർ നീക്കവുമായി സർക്കാർ. MSC കുത്തകാവകാശം ഉണ്ടാകില്ല എന്നതടക്കം രേഖാമൂലം ഉറപ്പാക്കാൻ നീക്കം. അന്തിമ തീരുമാനം എംപവേർഡ് കമ്മിറ്റി ശുപാർശയ്ക്ക് ശേഷം അദാനിയുടെ അപേക്ഷയും വിശദമായി പരിശോധിക്കും. വിഴിഞ്ഞം കരാർ UDF-ൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശക്തം. വിഴിഞ്ഞം കരാറിൽ കൃത്യമായ അജണ്ടയോടെയാണ് VD സതീശൻ കാര്യങ്ങൾ നിർവഹിച്ചതെന്ന് MV ഗോവിന്ദൻ. MSC കമ്പനിക്ക് കരാർ ലഭിച്ചതിൽ വളരെ കൃത്യതയോടെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മംഗലാപുരത്ത് പോയി ചർച്ച ചെയ്ത് തീരുമാനിച്ച് കൃത്യതയോടെയുള്ള ഡീലാണ് നടന്നതെന്നും MV ഗോവിന്ദൻ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM-CPI തർക്കം രൂക്ഷം. ചർച്ച ചെയ്യേണ്ടതില്ല എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയിൽ പരസ്യമായി പ്രതിഷേധിച്ച് CPI. ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ. CPI പറഞ്ഞതുപോലെ കേട്ടിരുന്നുവെങ്കിൽ ഈ നില വരുമായിരുന്നില്ല എന്നും PP സുനീർ. US ടെക് കമ്പനി കോറോ ഹെൽത്തിന്റെ കൂട്ടപ്പിരിച്ചുവിടലിൽ കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോട് ജോലി നഷ്ടമാകുന്നത് 400-ലേറെ പേർക്ക്. ട്രെയിനികൾ തുടങ്ങി 12 വർഷം പ്രവൃത്തി പരിചയമുള്ള സീനിയർ സ്റ്റാഫുകൾക്കുൾപ്പെടെ ജോലി നഷ്ടമായി. കമ്പനി പ്രതിനിധികളെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയെന്ന് ജീവനക്കാർ. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗം നാളെ. ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ രാജിയും കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളും ചർച്ച ചെയ്യും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തു. ആഭ്യന്തര കലഹത്തിൽ തകർന്നടിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടി രാജിവെച്ചതോടെ പാർട്ടി പൂർണ്ണമായും വിമത വിഭാഗം പിടിച്ചെടുത്തു. പാർട്ടി ആസ്ഥാനം നഷ്ടപ്പെട്ടതോടെ വീട് ഓഫീസായി പ്രവർത്തിക്കുമെന്നും കീഴടങ്ങില്ലെന്നും മമതാ ബാനർജി. കമ്പനി അടച്ചുപൂട്ടുമ്പോൾ ജീവനക്കാർ പിരിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണെന്ന് BJP. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശം. താരസംഘടന അമ്മയിലെ പ്രതിസന്ധികൾക്കിടെ ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി പ്രസിഡന്റ് ശ്വേതാ മേനോൻ. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പിന്നോട്ടു പോകില്ലെന്ന് ശ്വേത ഫേസ്ബുക്കിൽ കുറിച്ചു. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ല. ജനറൽ ബോഡി മീറ്റിംഗിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ശ്വേത പറയുന്നു. നടി ലക്ഷ്മിപ്രിയയ്ക്കെതിരായ അൻസിബയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ലക്ഷ്മിപ്രിയ, ഭർത്താവ്, ഹിൽ പാലസ് വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് പരാതി. വ്യാജ പരാതിയുടെ മറവിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന അൻസിബയുടെ പരാതിയിലാണ് കോടതി നടപടി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.